മാം എന്റെ ഡൗട്ട് എന്താ വെച്ചാല് ഞാനൊക്കെ ഫ്രണ്ട് സർക്കിളിൽ പെട്ടെന്ന് ഓവർ അറ്റാച്ച് ആയി പോകും. പിന്നെ ഞാൻ ഓക്കെ. ചിന്തിക്കണ എത്രയും മാത്രം അറ്റാച്ച്മെന്റ് ആയിരുന്നു അവരേറ്റുന്നുണ്ട്. അപ്പോ ഈ ഓവർ അറ്റാച്ച്മെന്റ് ഒക്കെ എങ്ങനെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റുക? ലൈക്ക് ഫ്രണ്ട് സർക്കിൾ എന്ന് പറയുമ്പോൾ മോളിപ്പോ സ്കൂളിലാണോ പഠിക്കുന്നത്? അതെ, ഇപ്പൊ 10th കഴിഞ്ഞ് റിസൾട്ടിന് വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഫ്രണ്ട് സർക്കിൾ ഇപ്പൊ നമുക്കൊക്കെ ഓരോ വർഷവും പുതിയ പുതിയ ഫ്രണ്ട്സ് ഉണ്ടാകും ഇല്ലേ? ഇപ്പൊ അതെ. 10th ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ട്. +1 എത്തുമ്പോൾ എന്താകും? അത് വേറെ ഫ്രണ്ട്സ് ആകും. +2 എത്തുമ്പോൾ എന്താകും? അത് വേറെ ഫ്രണ്ട്സ് ആകും. പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ എന്താന്ന് വെച്ചാൽ വി ഷുഡ് ഹാവ് എൻ ഹെൽത്തി ബൗണ്ടറി. ആരേറ്റും നമ്മൾ ഓവർ ഇമോഷണലി അറ്റാച്ച്ഡ് ആവരുത്. നമ്മൾ ഇമോഷണലി അറ്റാച്ച്ഡ് ആവുന്ന സമയത്ത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് അവരില്ലാണ്ട് കഴിയൂല, ഫ്രണ്ട്സ് ഇല്ലാണ്ട് കഴിയൂല. അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവില്ലേ? അതെ. ഉണ്ടാവലുണ്ട്. കാരണം നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ സ്പേസ് കംപ്ലീറ്റ്ലി നമ്മൾ അവർക്ക് കൊടുക്കുകയാണ്. നമുക്ക് ഇമോഷണലി ഭയങ്കരമായിട്ട് അവൈലബിൾ ആവുന്ന സമയത്തും ഇമോഷണലി ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആവുന്ന സമയത്തും നമ്മൾ ചില സാഹചര്യങ്ങൾ നമ്മളെ തന്നെ മിസ് ചെയ്തുകൊണ്ടിരിക്കും. വി ആർ ജസ്റ്റ് ഗിവിങ്. നമുക്ക് തന്നെ ഓപ്പർച്യൂണിറ്റി കൊടുക്കാണ്ട്, നമുക്ക് തന്നെ നമ്മൾ റെസ്പെക്ട് കൊടുക്കാണ്ട് നമ്മൾ പല സമയത്തും മറ്റുള്ളവർക്ക് വേണ്ടി കുറെ കൊടുക്കും. പക്ഷെ നമ്മളൊരു കാര്യം റിയലൈസ് ചെയ്യണം, ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ എന്ന് പറയുന്നത് ചിലപ്പോ ഈ ഫ്രണ്ട് സർക്കിൾ ആവില്ല മോളുടെ ലൈഫ് ലോങ് കൂടെ നിൽക്കുന്നത്. ഇപ്പൊ എനിക്ക് അതെ. +12 ഫ്രണ്ട്സ് ഉണ്ട്, +2 ഫ്രണ്ട്സ് ഉണ്ട്, 10th ഫ്രണ്ട്സ് ഉണ്ട്. ബട്ട് അൽഹംദുലില്ലാ ഐ ഹാവ് വൺ ഫ്രണ്ട് വിത്ത് മീ ഫോർ ഓൾ ദി റീസൺ. ഇപ്പൊ എല്ലാ കാര്യത്തിലും എന്റെ കൂടെ നിൽക്കുന്ന ഒരാളുണ്ട്. ഈ ആളായിട്ട് ഞാൻ എന്ത് ചെയ്യും, ഞാൻ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാറുണ്ട്. ഐ എം വെരി കംഫർട്ടബിൾ വിത്ത് ഹെർ. ബട്ട് സ്റ്റിൽ അറ്റ് ദി സെയിം ടൈം ഐ കീപ് ദറ്റ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് എവറി വൺ. ഞാൻ എല്ലാവരായിട്ടും ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യും, പക്ഷെ ആരായിട്ടും ഓവർ അറ്റാച്ച്ഡ് അല്ല. ഇപ്പൊ മോളുടെ പ്രശ്നം എന്താ വെച്ചാൽ മോൾക്ക് ഓവർ അറ്റാച്ച്ഡ് ആണ് എല്ലാ ഫ്രണ്ട്സ് സർക്കിളും അല്ലേ? അതെ, ഓവർ അറ്റാച്ച് ആണ്. അപ്പൊ പിന്നെ നമുക്ക് മനസ്സിലാവും അവരുടെ ബിഹേവിയറിലോ അങ്ങനെയൊക്കെ മാറ്റം വരുമ്പോൾ നമുക്ക് ചിന്തിക്കണം അത്രയും മാത്രം അറ്റാച്ച് ഇരുന്നവരേറ്റുന്നുള്ളത്. കുറേ അതുവരെ നമുക്ക് മനസ്സിലാവില്ല. ഫ്രണ്ട്സ് ഉണ്ട് മോൾക്ക്? ആ, ഫ്രണ്ട്സ് അത്യാവശ്യത്തിനുണ്ട്. ഇവരൊക്കെ പറയുമ്പോ നമ്മളെ അടുത്ത് അത്ര ട്രസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം ഇവര് വന്ന് നമ്മളോട് ഓരോ പ്രശ്നങ്ങൾ പറയും, അടുത്തൊന്ന് കരയാറുണ്ട്. അങ്ങനെ കുറെ നമ്മളായിട്ട് ഇങ്ങനെ അറ്റാച്ച് ആയി പോകും. അപ്പൊ നമ്മൾ ആ സ്വാഭാവികമായിട്ട് അവരായിട്ട് ഇങ്ങനെ അറ്റാച്ച് ആയി പോണതാണ്. ആ ആ ആ അവരുടെ ആ പ്രശ്നങ്ങൾ വന്ന് പറയാറുണ്ട്. അപ്പൊ ഓക്കെ എനിക്ക് കഴിയുന്ന സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഓക്കെ ഓക്കെ. സോ ദ ഫസ്റ്റ് തിങ് ദാറ്റ് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഇസ് ദാറ്റ് ഓവർ അറ്റാച്ച്മെന്റ് നമുക്ക് അവോയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ആ ഹെൽത്തി ബൗണ്ടറി നമ്മൾ കീപ്പ് ചെയ്യണം. വി ഷുഡ് ഹാവ് ദറ്റ് ഹെൽത്തി ബൗണ്ടറി. ആരും ഇപ്പൊ ഇമോഷണലി ഭയങ്കരമായിട്ട് അവൈലബിൾ ആണ്, പ്രശ്നങ്ങൾ പറയുന്ന സമയത്ത് വി ഷുഡ് ബി ദെയർ ഫോർ ദം. ഓക്കെ, ആരെങ്കിലും പ്രശ്നങ്ങൾ വന്ന സമയത്ത് ഓക്കെ ഐ എം ദെയർ ഫോർ യു എന്ന് പറയാൻ പറ്റണം. ഞാൻ എപ്പോഴും കീപ്പ് ചെയ്യുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ആരുടെയും ലൈഫിൽ ഒരു കോമ ഇട്ട് കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ദ ബിഗസ്റ്റ് ബ്ലെസ്സിങ്. ലൈഫ് എൻഡ് ചെയ്യാണ് അല്ലെങ്കിൽ ലൈഫിൽ ഇത്ര പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരു ഫുൾ സ്റ്റോപ്പ് ലൈഫിൽ ഇടുന്ന സമയത്ത് ഇഫ് വി ക്യാൻ ഗിവ് എ കോമ ടു ദിയർ ലൈഫ്, ദാറ്റ് ഇസ് എ ബിഗസ്റ്റ് ബ്ലെസ്സിങ്. അവർ ഫ്രണ്ട്സ് വന്ന് പ്രശ്നങ്ങൾ ഷെയർ ചെയ്യുന്ന സമയത്ത് കേൾക്കണ്ട എന്നല്ല പറയുന്നത്, ഹിയർ ദം നമുക്ക് സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുക. പക്ഷെ നമ്മൾ എന്ത് ചെയ്യരുത്, ഓവറായിട്ട് ഓക്കെ നീ ഇല്ലാണ്ട് എനിക്ക് പറ്റൂല, ഞാൻ ഇല്ലാണ്ട് നിനക്ക് പറ്റൂല എന്നുള്ള സംഭവത്തിലേക്ക് നമ്മൾ അധികം പോകരുത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് യു ഷുഡ് ഹാവ് എൻ ഹെൽത്തി ബൗണ്ടറി. നമുക്ക് തന്നെ ഒരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യാം. ഇന്ന കാര്യങ്ങൾ വന്നാൽ ഇത്ര ബൗണ്ടറി എനിക്കുണ്ട്, ഞാൻ ഇതിന്റെ അപ്പുറത്തേക്ക് ഞാൻ അധികം അവൈലബിൾ ആകൂല എന്നുള്ളൊരു സംഭവം നമുക്ക് വി ഷുഡ് ഹാവ് ദാറ്റ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ചേഞ്ചുകൾ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവണം. ഓക്കെ, ഫ്രണ്ട്സിന്റെ ഇടയിൽ നമ്മൾ ചിലപ്പോൾ ചേഞ്ച് ചെയ്യും, അവര് ചിലപ്പോൾ ലീവ് ചെയ്തു പോകും, അവര് കൂടെ നിൽക്കും. അങ്ങനെ കൂടെ നിൽക്കുന്ന സമയത്ത് ലീവ് ചെയ്യുന്ന സമയത്ത് അവര് ലീവ് ചെയ്യുന്നു എനിക്ക് സങ്കടമാവുന്നു, അതല്ല, നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. ചേഞ്ച് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. വി ആർ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ വി ഓൾ ആർ ഹ്യൂമൻ ബീങ്സ്. വി ഓൾ ചേഞ്ച്. നമ്മളൊക്കെ ചേഞ്ച് ആവും. നമ്മളെ ഫ്രണ്ട്സുകളൊക്കെ ഇപ്പൊ മോളുടെ ഈ ഫ്രണ്ട്സിന് ആയിക്കോളന്നില്ല, മോൾക്ക് നെക്സ്റ്റ് +1 +2ലേക്ക് വരുന്ന സമയത്ത്, കോളേജിലേക്ക് വരുന്ന സമയത്ത് ഫ്രണ്ട്സ് സർക്കിൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം, ആ ചേഞ്ചുകളൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ തയ്യാറാണ്. വി ഷുഡ് ബി ദ വൺ ഹൂസ് റെഡി ടു ആക്സെപ്റ്റ് ഇറ്റ്. അപ്പോ എല്ലാ പ്രശ്നങ്ങളും വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഫ്രണ്ട്സുകളായിട്ട് അറ്റാച്ച്ഡ് ആവുന്ന സമയത്ത്, ഫ്രണ്ട്സ് വരുന്ന സമയത്ത് യു ഷുഡ് ഹാവ് ദറ്റ് മൈൻഡ്. ചിലപ്പോൾ അവരെന്ത് ചെയ്യും, അവരെ നമ്മളെ ലീവ് ചെയ്ത് പോകും, ചിലപ്പോൾ അവരവിടെ നിൽക്കും, ചിലപ്പോൾ നമ്മളെ കുറിച്ച് കുറ്റം പറയും. അതൊക്കെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. ഓക്കെ, പറഞ്ഞോട്ടെ, കുഴപ്പമില്ല, ലൈക്ക് എനിക്ക് പ്രശ്നമില്ല, ഐ ക്യാൻ ആക്സെപ്റ്റ് ഇറ്റ് എന്നുള്ളൊരു ആക്സെപ്റ്റൻസ് മൈൻഡ് നമുക്ക് ഉണ്ടായാൽ മതി. പിന്നെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിൽ റിലേഷൻഷിപ്പിലൊക്കെ കില്ല് ചെയ്യുന്ന ഒരേ ഒരു സാധനം എന്ന് പറയുന്നത് ഈഗോ ആണ്. ഈഗോ വിൽ ഡെഫിനറ്റ്ലി കിൽ യുവർ ഫ്രണ്ട്ഷിപ്പ്, റിലേഷൻഷിപ്പ്, എല്ലാം കില്ല് ചെയ്യുന്ന ഒരേ ഒരു കത്തി പോലെ, ഒരു ടൂൾ പോലെ ഒരു സാധനമാണ് ഈഗോ എന്ന് പറയുന്നത്. അതൊരിക്കലും നമ്മൾ കയറാൻ സമ്മതിക്കരുത്. ഓക്കെ, ഇനി റിലേഷൻഷിപ്പിലായിക്കോട്ടെ ഫ്രണ്ട്ഷിപ്പിലായിക്കോട്ടെ എന്തും അതിൽ കയറാൻ സമ്മതിക്കരുത് ഈഗോ എന്ന് പറഞ്ഞ സംഭവം. അത് ചിലപ്പോൾ നമ്മുടെ അച്ചീവ്മെന്റ്സ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ കുറച്ച് മുന്നിലേക്ക് നിൽക്കുന്ന സമയത്ത്, നമ്മുടെ ഫ്രണ്ട്സ് മുന്നിലേക്ക് നിൽക്കുന്ന സമയത്ത് നമ്മൾ ആലോചിക്കും, ഓ അവരൊക്കെ വലിയ ആൾക്കാരായി, ഇനിയിപ്പോ അവരൊക്കെ വലിയതായി, നമുക്ക് ഇങ്ങോട്ട് നിൽക്കാം എന്നുള്ള സംഭവമൊക്കെ നമുക്ക് തോന്നിപ്പോകും. അസൂയ, കുശുമ്പ്, ഈഗോ, ഈ സംഭവമൊക്കെ നമുക്ക് ഇറ്റ് ഈസ് വെരി നോർമൽ അറ്റ് ദിസ് ഏജ്. ഇറ്റ് ഈസ് വെരി നോർമൽ. മാർക്ക് കൂടുന്ന സമയത്ത് അവര് കുറച്ച് മാർക്ക് കൂടി, ഞാൻ കുറച്ച് താഴെ നിന്നു, അതുകൊണ്ട് ഇനി അവളായിട്ട് ഫ്രണ്ട്ഷിപ്പ് വേണ്ട എന്നുള്ളതല്ല.
ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ വെരി ബ്യൂട്ടിഫുൾ തിങ്. അത് ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റണം. ഇതൊക്കെ ഉണ്ടാവുള്ളൂ മെമ്മറീസ് ആയിട്ട്. ഓക്കെ, സ്കൂളിലെ ഫ്രണ്ട്ഷിപ്പ്, നമ്മുടെ ടീച്ചേഴ്സിനായിട്ടുള്ള റിലേഷൻഷിപ്പ്, ഇതൊക്കെ നമുക്ക് മെമ്മറീസ് ആയിട്ട്, കോർ മെമ്മറീസ് ആയിട്ട് ഉണ്ടാവുന്ന ഒരേ ഒരു കാര്യങ്ങൾ ഇതാണ്. ഇപ്പൊ ഞാൻ +2 കഴിഞ്ഞു. ദ ഓൺലി തിങ് ഐ മിസ് ഇസ് മൈ ഫ്രണ്ട്സ്. ബട്ട് ഞാൻ എന്താണ്, ഭയങ്കര ഓവർ അറ്റാച്ച്ഡ് അല്ല. ഐ ഹാഡ് ദറ്റ് ഹെൽത്തി ബൗണ്ടറി ബട്ട് സ്റ്റിൽ ഐ മിസ് ദം. എന്തുകൊണ്ടാണ് അത് കീപ്പ് ചെയ്യാൻ നമുക്ക് അറിയണം. ഹൗ ടു മാനേജ് ഇറ്റ്. ആ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ മാനേജ് ചെയ്യാൻ എന്നുള്ളൊരു ക്ലാരിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം. സോ ദ ഫസ്റ്റ് തിങ് ദാറ്റ് ഐ വുഡ് ലവ് ടു ഷെയർ വിത്ത് യു ഇസ് ദാറ്റ് ഹാവ് എൻ ഹെൽത്തി ബൗണ്ടറി. ഡു നോട്ട് ഗെറ്റ് ഇമോഷണലി അറ്റാച്ച്ഡ് വിത്ത് എനിവൺ. ആരേറ്റവും ഇമോഷണലി ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആയിരുന്നു. നമ്മുടെ ഇമോഷൻസ് കീപ്പ് ചെയ്യാൻ, കൺട്രോൾ ചെയ്യാൻ നമുക്കറിയണം. അവർ പോകുന്ന സമയത്ത് സങ്കടപ്പെടാനുള്ളതല്ല നമ്മുടെ ലൈഫ്. നമ്മൾ ആളുകൾ വരും, ഇറങ്ങും, പോകും. ഇതൊക്കെ ദിസ് ഇസ് ലൈഫ്. വരും, പോകും, കയറി വരും, കയറി ഇറങ്ങും. ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്. ജീവിതം എന്ന് പറഞ്ഞ പുസ്തകത്തിന്റെ ഭാഗമാണ് ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറാവണം. ആളുകളുടെ ചേഞ്ച് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറാവണം. ഈഗോ എന്ന് പറഞ്ഞ സംഭവം എല്ലാം അവോയ്ഡ് ചെയ്യണം. സോ ദീസ് ആർ ദി തിങ്സ് ദാറ്റ് ഐ വുഡ് ലവ് ടു ഷെയർ വിത്ത് യു. ഓവർ ടു യു സിൻസൈ. താങ്ക് യു വെരി മച്ച്. ആബ്സല്യൂട്ട്ലി ഫാന്റാസ്റ്റിക്. മോള് റോളർ കോസ്റ്ററിൽ കയറിയിട്ടുണ്ടോ? കയറിയിട്ടുണ്ടോ? അപ്പം അതിലൊരു ഫീലിംഗ്. അപ്പം നിങ്ങൾ റോളർ കോസ്റ്ററിൽ ഇരിക്കുന്ന വിചാരിച്ചോ, ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുന്ന വിചാരിച്ചോ, ഇങ്ങനെ മേലെ കൂടെ പോയി താഴെ കൂടെ വന്ന് പിന്നെ തല മറിഞ്ഞ് തിരിഞ്ഞു വരുന്ന ആ ഒരു ഫീലിങ്ങും അവിടെ പാർക്കിൽ ഇരുന്നിട്ട് വേറെ ആരോ റോളർ കോസ്റ്ററിൽ കൂടെ പോണ ആ ഫീലിംഗ് വ്യത്യാസമുണ്ടോ? മനസ്സിലായി? ആ രണ്ടും. അതിന് നമ്മൾ ആ റോളർ കോസ്റ്ററിൽ ഇരുന്നിട്ട് യാത്ര ചെയ്യുന്ന അതിനെ നമ്മൾ അസോസിയേറ്റ് എന്നാ പറയാം. യു ആർ പാർട്ട് ഓഫ് ഇറ്റ്. ഓക്കെ, അസോസിയേറ്റ്. നിങ്ങൾ പുറത്തു നിന്നിട്ട് ഒരു റോളർ കോസ്റ്റർ ഇങ്ങനെ പോകുന്നത് കാണുന്നുണ്ടെങ്കിൽ അതിന് ഡിസ്അസോസിയേറ്റ് എന്നാ പറയാം. ശരിക്കും മനസ്സിലായി? ഞാൻ പറഞ്ഞത് ശരിക്കും മനസ്സിലാക്കണം. ഡിസ്അസോസിയേറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു വ്യക്തിനോട് സംസാരിക്കുമ്പം ആ വ്യക്തിനെ നമ്മൾ അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തിന്റെ പെയിനും നമ്മൾ ഏറ്റെടുക്കുക ചെയ്യണം. മനസ്സിലാണ്? ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞ, മോള് പറഞ്ഞു മോൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? എന്റെ 2 മക്കളെ കല്യാണം കഴിഞ്ഞു. ഓക്കെ, 2 പെൺകുട്ടികളുള്ളത്. ആ 2 മക്കളെ കല്യാണം കഴിഞ്ഞപ്പോൾ എൻ്റെ വൈഫ് പറയും, നിങ്ങൾ ആരും വിളിക്കണില്ലേ എന്ന് എങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ഞാൻ എനിക്കൊരു 10 മിനിറ്റ് കാട്ട്, ഞാൻ ഫ്രണ്ട്സിനെ വിളിച്ച് തീർത്തോളാം. കാരണം എനിക്ക് 5 ഫ്രണ്ട്സ് 6 ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ. മോൾക്ക് മനസ്സിലായേ? ആകെ അത്രേ ഉള്ളൂ. കാരണം ബാക്കിയെല്ലാം സ്റ്റുഡൻസുകളാണ്. എല്ലാം 10,000 കണക്കിന് സ്റ്റുഡൻസ് ഉണ്ടാവും. പക്ഷെ ഫ്രണ്ട്സ് ആയിട്ട് എനിക്ക് 4, 5, 6 ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ പണ്ടേയുള്ള ഫ്രണ്ട്സാണ്. മനസ്സിലാവുണ്ടോ? ദേ ആർ മൈ ക്ലോസസ്റ്റ് ഫ്രണ്ട്സാ. അവർ നമ്മൾ എന്ത് പറഞ്ഞാലും ദേ ആർ റെഡി ടു കം ആൻഡ് ഡു എനിത്തിങ് ഫോർ മീ. യു വിത്ത് മീ? അപ്പോൾ നമ്മൾ എല്ലാത്തിനായിട്ടും ഡിസ്അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡിസ്അറ്റാച്ച് എന്ന് പറയും, ഡിസ്അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് വെച്ചാൽ നമുക്കൊരു സങ്കടം വരില്ല അല്ലേ? നാളെ അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട്സ് വളരെയധികം അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഫ്രണ്ട്സിന് എന്തും പറ്റിക്കഴിഞ്ഞാൽ ഒരുപാട് കേസുകളുണ്ട് നമുക്കറിയണത്. ഇത് കംപ്ലീറ്റ് ഡൗൺ സിൻഡ്രം ആയി പോണത്, അതേപോലെ തന്നെ ഐസൊലേറ്റഡ് ആയി പോണതും ആത്മഹത്യകൾ ചെയ്യണതൊക്കെ ഉണ്ട്. വൈ? ബിക്കോസ് ദേ ഗോ വെരി വെരി ക്ലോസ് ടു ഈച്ച് അതർ, ആൻഡ് ഇറ്റ് വുഡ് ബി വെരി ഹാർഡ് ടു ബ്രേക്ക് ഇറ്റ് ഡൗൺ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം, നമ്മളെ പാരൻസിനാണെങ്കിൽ പോലും, ഓക്കെ, നമ്മളെ പാരൻസിനാണെങ്കിൽ പോലും യു മസ്റ്റ് ഹാവ് ദാറ്റ്. ഓക്കെ, നമ്മൾ ലവ് ചെയ്യണം, റെസ്പെക്ട് ചെയ്യണം. ബട്ട് യു ഷുഡ് ബി ആസ്കിങ് യുവർ സെൽഫ്, വുഡ് ഐ ബി ഏബിൾ ടു ടേക്ക് മൈ ലൈഫ് ഓൾ ബൈ മൈ സെൽഫ് വൺ ഡേ? യു വിത്ത് മീ? മനസ്സിലാവുണ്ടോ? കാരണം ചിലരുണ്ട് when the parents they leave you and go, then automatic what happens, they won't be able to survive, they won't be able to live. അതേപോലെ ഒരുപാട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള പാരൻസിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള പെൺകുട്ടികളാണെന്ന് വിചാരിക്കാം. പെൺകുട്ടികൾ ഒരുപാട് പാരൻസിനെ, മമ്മാൻ്റെ മകളാണ്, പപ്പാൻ്റെ മകളാന്നുള്ള പൊന്നു കുട്ടിയാണെന്ന് വിചാരിക്കുക. ആ കുട്ടീനെ ചിലപ്പോൾ കല്യാണം കഴിച്ച് കൊണ്ടുപോകുമ്പോൾ ചിലപ്പോൾ ആ വീട്ടിൽ ആ ഒരു പോലത്തെ പൊന്ന് അവിടെ കിട്ടുന്നുണ്ടാവില്ല. എത്ര മോൾക്ക് മനസ്സിലായത്? ഓക്കെ, അപ്പോൾ എന്താ പറ്റുക? ബിക്കോസ് യു ആർ സോ ക്ലോസ് ടു യുവർ മോം ആൻഡ് ഡാഡ്, യുവർ ഫാദർ ആൻഡ് മദർ, ആൻഡ് യു ആർ നോട്ട് ഗെറ്റിംഗ് ദാറ്റ് സോർട്ട് ഓഫ് attention and attraction from your new home. Automatically what's going to happen? You're going to break. എത്ര പേര് അംഗീകരിക്കുന്നുണ്ട് ബി എന്ന ടൈപ്പ്? You're going to break. സോ ദാർഫോർ നമ്മൾ ആരേറ്റും, ഓക്കെ, നമ്മളെ മക്കളായാലും തന്നെ നമ്മൾ എന്തായാലും നമുക്ക് ആ ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരിക്കണം. പക്ഷേ യു മസ്റ്റ് ആസ്ക് യുവർ സെൽഫ് ദാറ്റ് ഐ ഷുഡ് ബി ഏബിൾ ടു ഡു തിങ്സ് ബൈ മൈ സെൽഫ്. ഞാനൊരു നല്ലൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അതിന് ഒരു എന്താണ്, റൈമൻസ് എന്ന് പറഞ്ഞ ഒരു കമ്പനി ഉണ്ടായിരുന്നു. റൈമൻസ് എന്ന് പറഞ്ഞിട്ട് ഞാനൊക്കെ ചെറുപ്പമായിരുന്ന കാലത്ത് അന്നത്തെ ഷർട്ടിങ് സൂട്ടിങ്ങിലൊക്കെ ഏറ്റവും അറിയപ്പെടുന്ന
ആ വ്യക്തി വളരെ റിച്ച് ആണ്, ഇന്ത്യയിലെ റിച്ചസ്റ്റ് കാറ്റഗറിയിൽ പെടുന്ന ഒരാളാണ്. ആ മക്കളൊക്കെ സ്നേഹിച്ചിരുന്ന ആളാണ്. മക്കൾക്ക് എഴുതി കൊടുത്ത് മക്കൾ എഴുതിയ ഉടനെ തന്നെ മകൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഇയാളെ പിടിച്ച് വീട്ടിൽ നിന്ന് പുറത്താക്കുക ചെയ്തത്. മനസ്സിലായോ? നമ്മൾക്ക് മനസ്സിലായോ? ആ അപ്പൊ എന്തായി അവിടെ? ഇയാൾക്ക് ഡിറ്റാച്ച് അല്ലേ, കംപ്ലീറ്റ് ഡിറ്റാച്ച് അല്ലേ? അതെ. ശരിയല്ലേ? അപ്പം നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത് വേറെ കേസ് പറഞ്ഞത്. ഇപ്പം മോള് പറഞ്ഞു മോളെ ഒരുപാട് ആൾക്കാർ കേൾക്കാൻ വരില്ല, അങ്ങനെ ഫ്രണ്ട്സ് ഉണ്ടാക്കിയത്. ഞാൻ കേസുകൾ പറയാം. ഈ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ചില കേസാണ് എനിക്കറിയാവുന്നത്. അവരെന്താ ചെയ്യാൽ, അവർ മറ്റ് ക്ലയൻറ്റിനായിട്ട് ഇങ്ങനെ സംസാരിച്ച് തന്നെ എന്ന് പറഞ്ഞ് പിന്നീട് അവരുടെ ഒരു ഭാഗമായി മാറി. മനസ്സിലാവണ്ട? മോൾക്ക് മനസ്സിലാവണ്ട? വൈ? ബിക്കോസ് അവരൊരു ഭാഗമായി മാറി. നോ, ഡോണ്ട് ഡു ദാറ്റ്. ഡോണ്ട് ഡു ദാറ്റ്. ഇപ്പം സങ്കടമുള്ള ഒരു കഥയാണ് മോള് പറയുന്നത് വിചാരിച്ചോ. സങ്കടമുള്ളൊരു കഥ മോള് പറയാന്ന് വിചാരിച്ചോ. ഞാനത് കേൾക്കും, ഈ റൂം വിട്ട് പോകുമ്പോൾ ഞാനത് മറന്നിട്ടുണ്ടാവും, ഞാൻ മറന്നേ മതിയാവൂ. ഹൗ മെനി ഓഫ് യു ഗോട്ട് ഇറ്റ്സ് ക്രിസ്റ്റൽ ക്ലിയർ. കാരണം എൻ്റെ ജീവിതം, നിങ്ങളുടെ ഈ കഥ കേട്ടിട്ട് ആ ജീവിതത്തിൽ എൻ്റെ ജീവിതം കൊണ്ടേ കളയലല്ല എൻ്റെ ജീവിതം. എൻ്റെ ജീവിതം ഇവിടെ നിങ്ങൾ കേൾക്കുമ്പം there is a glass. I'm listening to it, but I'm not being a part of it. I'm not being a part of it. I know there's something happening. I'll talk to you, but once I leave this room, I'm a different guy. I'll go back to my normal. അല്ലെങ്കിൽ അത് അവിടെയാണ് നമ്മൾ ഡിറ്റാച്ച് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ഈ ഈറ്റിംഗ് നല്ലതാണോ മോളെ? ഓവർ പാടില്ല, ഈറ്റ് ചെയ്യണം. തിങ്കിങ് നല്ലതാണോ? ഓവർ തിങ്ക് ആവാൻ പാടില്ല. അല്ലേ? സ്മാർട്ട് നല്ലതാണോ? അതെ, ഓവർ സ്മാർട്ട് ആവാനും പാടില്ല. അതേപോലെ അറ്റാച്ച്മെന്റും. ക്ലിയർ. ശരിയല്ലേ? ശരിയാണ്. അപ്പം അത് ഓവർ ആവാൻ പാടില്ല. ഓവർ ആവർന്ന് പറഞ്ഞു ചെയ്തിട്ടുണ്ട്. നമ്മളെ ക്രിയേറ്റർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഹൗ മെനി ഓഫ് യു അഗ്രി? സേ ഗോട്ട് ഇറ്റ്. ക്രിയേറ്റർ തന്നെ പറഞ്ഞു ഡോണ്ട് ഡു എനിത്തിങ് ഓവർ. അതിൻ്റെ ലിമിറ്റേഷൻ വേണം. അത് ഫ്രണ്ട്ഷിപ്പ് ആയാലും വേണ്ടില്ല, എന്ത് റിലേഷൻഷിപ്പ് ആയാലും എന്തിലും. കാരണം ഇതൊക്കെ നമ്മൾ വിട്ടുപോകണം, അല്ലാതെ നമ്മൾ വിട്ടുപോവുകയും ചെയ്യും. ആ വിട്ടുപോകുമ്പോൾ നമ്മൾ ഒരിക്കലും തകർന്നു പോകാൻ പാടില്ല. സോ യു ഹാവ് ടു കീപ് ദ സോർട്ട് ഓഫ് ബൗണ്ടറി. മോള് പറഞ്ഞ പോലെ, ഫാത്തിമ മിൻഹ പറഞ്ഞ പോലെ, യു ഹാവ് ടു മെയിൻറ്റെയിൻ ദറ്റ് ബൗണ്ടറി ആൻഡ് ദറ്റ് റെസ്പെക്ട്. അപ്പം ഈ ഒരു ഫീലിംഗ് മോൾക്ക് ഉണ്ടാവില്ല. ഉറപ്പല്ലേ? ഓക്കെ സെൻസർ. So tell me, what are the 3 steps that you're going to take? ഞങ്ങൾ വെറുതെ വിടാൻ പോകുന്നില്ല. What are the 3 steps that you're going to take? വെറുതെ വിടുന്ന പരിപാടിയില്ല. ഏതായാലും നിങ്ങൾ പൈസ ഇല്ല. അപ്പൊ നിങ്ങൾ കഷ്ടപ്പെടുത്തി നിങ്ങൾ ചോദ്യങ്ങളൊക്കെ ചോദിക്കട്ടെ. So tell me, what are the 3 things that you'll do? ബൗണ്ടറി സെറ്റ് ചെയ്യും. Absolutely correct. Number 2. ദെൻ ഓരോരുത്തരും പ്രോബ്ലംസ് പറയുമ്പോ ഞാനത് എന്റെ മണ്ടിൽ ഇങ്ങനെ എടുത്തേക്കാൻ പോണില്ല. Very good. Number 3. നമ്പർ 3, ഓവറായിട്ട് അവൈലബിൾ ആവില്ല. Absolutely, because your time is your time. It's a precious time. Am I right? Your time is your time. എനിക്ക് തോന്നുന്നു ഞാൻ അവിടെയാണ് പോണെന്ന്. ഞാൻ എല്ലാവർക്കും ആര് വിളിച്ചാലും എപ്പോഴും അവൈലബിൾ ആണുള്ള ആളാണ്. No, the power is no. The power to say no. ആ പറയാൻ പറ്റും മോൾക്ക്? യെസ്. All right, good. So thank you very much. Thanks a lot. Thank you very much.